SSCയുടെ CGL നോട്ടിഫിക്കേഷൻ എല്ലാവരും കാത്തിരിക്കുന്ന CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ ഇതാ ഫൈനലി റിലീസായിട്ടുണ്ട്. കറക്റ്റ് അവർ SSCയുടെ കലണ്ടർ പ്രകാരം 9-ാം തീയതി രാത്രിയാണ് നോട്ടിഫിക്കേഷനും അപേക്ഷയും തുടങ്ങിയിട്ടുള്ളത്. ജൂൺ 9 മുതൽ ജൂലൈ 4 വരെ നിങ്ങൾക്കിത് അപേക്ഷ അയക്കാൻ പറ്റും. അപ്പോൾ 4-ാം തീയതി ജൂലൈ 4 മുന്നേ നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കണം. ലാസ്റ്റിലേക്ക് വെക്കേണ്ട, പെട്ടെന്ന് അപേക്ഷ അയച്ചോളൂ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ നാളെ വരുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയക്കുക. A to Z കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് മാത്രം അപേക്ഷ അയക്കാൻ നോക്കുക. അപ്പോൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. 9-ാം തീയതിയാണ്. ജൂലൈ 9 മുതൽ ജൂലൈ 11 വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കിട്ടുന്നതാണ്. ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഇതിലേക്ക് 2 എക്സാമിനേഷൻ ഉണ്ട്. നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ആദ്യത്തെ എക്സാം ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 30 വരെയാണ് അവർ പറയുന്നത്. ടെൻറ്റേറ്റീവാണ്. ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ എക്സാം, ഈ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ടയർ 2 എക്സാം ഡിസംബർ മാസത്തിലും നടത്തും. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷ അയക്കാൻ പറ്റുന്നുണ്ട്. ധാരാളം പോസ്റ്റുകൾ ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഓരോ പോസ്റ്റുകൾ, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പോസ്റ്റ്, അതായത് ഗ്രൂപ്പ് B ആണോ C ആണോ അതിൻ്റെ കാര്യങ്ങൾ, ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. 44,900 മുതൽ 1,42,400 വരെ സാലറി കിട്ടാവുന്ന പോസ്റ്റുകൾ. സെക്ഷൻ ഓഫീസർ, ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസിലേക്ക് ഇൻസ്പെക്ടർ, എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ, സെക്ഷൻ ഹെഡ് തുടങ്ങി ധാരാളം പോസ്റ്റുകൾ. CBIസിലേക്കൊക്കെ വാക്കൻസി വന്നിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻഫോഴ്സ്മെൻറ്റ്, CBIയിലേക്ക് വാക്കൻസി ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്, നാർക്കോട്ടിക്സ്, ഫോറിൻ ട്രേഡ്, മിനിസ്ട്രി ഓഫ് റെയിൽവേസിലേക്ക് IBയിലേക്ക് വാക്കൻസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റ് അവിടെ കാണാം. 20 to 30, 18 to 30 അങ്ങനെ ഡിഫറെൻറ്റ് ഏജ് ക്രൈറ്റീരിയ ഉള്ളവർക്ക് അപേക്ഷ അയക്കാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. പിന്നെ 35,400 തൊട്ട് 1,12,400 വരെ സാലറി കിട്ടാവുന്ന പോസ്റ്റുകൾ CBIC. പിന്നെ NHRC ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. പിന്നെ NIAയിലേക്ക് വാക്കൻസി ഉണ്ട്, MHAയിലേക്ക് വാക്കൻസി ഉണ്ട്. നർക്കോട്ടിക്സ് ആണ്. 18 to 30 ഏജ് ലിമിറ്റ്. സബ് ഇൻസ്പെക്ടർ പോസ്റ്റാണ് NIA, MHA. പിന്നെ ഹോം അഫയേഴ്സിലേക്കൊക്കെ വാക്കൻസി വന്നിട്ടുണ്ട്. അത് 18 to 32, 30 വരുന്നുണ്ട്. 29,200 മുതൽ 92,300 വരെ സാലറി കിട്ടാവുന്ന പോസ്റ്റ് ഓഡിറ്റർ, അക്കൗണ്ടൻറ്റ് പോസ്റ്റുകളാണ്. പിന്നെ 25,500 തൊട്ട് 81,100 വരെ സാലറി കിട്ടാവുന്ന പോസ്റ്റുകൾ സബ് ഇൻസ്പെക്ടർ, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിലേക്ക്, ടാക്സ് അസിസ്റ്റൻറ്റ് CBIസിലേക്കും CBDTയിലേക്കും വന്നിട്ടുണ്ട്. ഡിഫൻസിലേക്കൊക്കെ വാക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി. കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഏകദേശം 37 പോസ്റ്റുകളുണ്ട്. ഡിഫറെൻറ്റ് ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെയാണ്. അതവിടെ കാണാം, റൈറ്റ് സൈഡിൽ ഏജ് ലിമിറ്റ് കാണാം. അപ്പോൾ ഓരോ പോസ്റ്റിൻ്റെ നേരെ വരുന്ന ഏജ് ലിമിറ്റ് നിങ്ങൾ നോക്കി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. നോട്ടിഫിക്കേഷൻ്റെ PDF ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ 18 to 27 വരുന്ന പോസ്റ്റുകളുടെ ഏജ് ക്രൈറ്റീരിയ കണക്കാക്കുന്നത് 2/8/98-നും 1/8/2007 അടിസ്ഥാനത്തിലാണ്. 20 to 30 ആണെങ്കിൽ 2/8/95-ഉം 1/8/2005. 18 to 30 ആണെങ്കിൽ 2/8/95, 1/8/2007. 18 to 32 ആണെങ്കിൽ 2/8/93-നും 1/8/2007. ഈ ഒരു ഏജിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാം. ഈ ഒരു വയസ്സിന് പുറമെ 5 വർഷം SC/ST-കാർക്കും, 3 വർഷം OBC-കാർക്കും, 10 വർഷം PWBD ജനറൽ, 13 വർഷം PWBD OBC-യും, 15 വർഷം PWBD SC/ST-കാർക്കും അപേക്ഷ അയക്കാൻ പറ്റും. എക്സ് സർവീസ്മാനും അതിൻ്റേതായ ഇളവുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏജിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് വരുന്നത്. ഇനി ഓരോ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. ഏകദേശം ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുന്നത്. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത്. +2 മാത്സിൽ 60% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2ലേക്ക് അപേക്ഷ അയക്കാൻ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ബാക്കി വരുന്ന എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കാൻ പറ്റും. പിന്നെ ഫൈനൽ ഇയർ ഗ്രാജുവേഷൻ പഠിക്കുന്നവർക്കും ഇത് അപേക്ഷ അയക്കാൻ പറ്റുമെന്ന് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് വരുന്നത്. SSCയുടെ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. അപേക്ഷ അയക്കുമ്പോൾ 100 രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. ഇവിടെ കാണാം. പെൺകുട്ടികൾക്കും പിന്നെ ബോയ്സിൽ SC/ST-കാർക്കും ഫീസ് വരുന്നില്ല. പിന്നെ
ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസ് വരുന്നില്ല. അപ്പോൾ കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ കാണാം. KKR കേരള കർണാടക റീജിയണിൽ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ തുടങ്ങിയ ജില്ലയിൽ നിങ്ങൾക്ക് പരീക്ഷാ സെൻറ്ററും കിട്ടുന്ന നോട്ടിഫിക്കേഷനാണ്. എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളും ഇവിടെ കാണാൻ 2 എക്സാം ഉണ്ടായിരിക്കും. ആദ്യത്തെ എക്സാമിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻസ് 50 മാർക്കിന്, ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻസ് 50 മാർക്കിന്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ 50 മാർക്കിന്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ 25 50 മാർക്കിനാണ്. 1 മണിക്കൂറാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ടൈം കിട്ടുന്നത്. 2 ക്വസ്റ്റ്യൻസ് റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകുമെന്ന് ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുക. പിന്നെ ടയർ 2 എക്സാമിൽ പേപ്പർ 1 4 സെക്ഷനും പേപ്പർ 2 സ്റ്റാറ്റിസ്റ്റിക്സും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതായത് സെഷൻ 1 2 മണിക്കൂർ 15 മിനിറ്റാണ് ടൈം കിട്ടുന്നത് പേപ്പർ 1. സെഷൻ 2 15 മിനിറ്റാണ് ടൈം കിട്ടുക. സെഷൻ 1 മാത്സും റീസണിങ്ങും ജനറൽ ഇൻ്റലിജൻസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സെഷൻ 2 ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ആണ്. സെക്ഷൻ 3 കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റും. സെക്ഷൻ 4 ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ആയിരിക്കും. പേപ്പർ 2 സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് C പോസ്റ്റുകൾക്ക് 1 മൈൽ റണ്ണിങ് ഉണ്ടായിരിക്കും. ഫിസിക്കൽ ടെസ്റ്റിൽ 10 മിനിറ്റാണ് നിങ്ങൾക്ക് സമയം കിട്ടുക. ബാക്കി വരുന്ന ഗ്രൂപ്പ് B പോസ്റ്റുകളിലേക്ക് ഫിസിക്കൽ വരുന്നില്ല. പിന്നെ ഹൈറ്റ് വേണ്ടത് 157 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. 75 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. 50 കിലോഗ്രാം വെയിറ്റും നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ് സദേൺ റീജിയൻ്റെ ഹൈറ്റും വെയിറ്റും ചെസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഇനി എല്ലാവരും നോക്കുന്നത് ഇതിൻ്റെ വാക്കൻസിയുടെ കണക്കായിരിക്കും. ഓൾ ഇന്ത്യ വാക്കൻസി അവർ പറയുന്നത് 14,582 വാക്കൻസിയാണ്. ഇതിൻ്റെ കേരളത്തിലെ സെപ്പറേറ്റ് വാക്കൻസിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടില്ല. ഓൾ ഇന്ത്യ 14,582 വാക്കൻസിയാണ്. അപ്പോൾ SC STക്കാർക്കും OBCക്കാർക്കൊക്കെ അതിൻ്റേതായ കട്ട് ഓഫിന് ഇളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് 14,582 വാക്കൻസിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. വാക്കൻസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. നോട്ടിഫിക്കേഷൻ്റെ ഒരു സമയമാകുമ്പോൾ, നോട്ടിഫിക്കേഷൻ ടൈം ആകുമ്പോൾ ഇതിൻ്റെ വാക്കൻസി നല്ല രീതിയിൽ കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗ്രൂപ്പ് C ഗ്രൂപ്പ് B പോസ്റ്റുകൾ ഏജും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നോട്ടിഫിക്കേഷൻ റീഡ് തന്നെ വേണം. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് നല്ല രീതിയിൽ കൂടുന്നുണ്ട്. അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റും ശ്രദ്ധിക്കുക. ജൂലൈ 4 അപ്പോൾ ജൂലൈ 4 മുന്നേ നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കണം. ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ കയറി അപേക്ഷ അയക്കാൻ ശ്രമിക്കുക. ssc.gov.in ഇപ്പോൾ NDAയുടെ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈറ്റൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും സൈറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടിട്ട് അപേക്ഷ അയച്ചാലും മതി. ആപ്ലിക്കേഷൻ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ SSCയുടെ CGL നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് പറഞ്ഞോളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ നാളെ വരുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ പെട്ടെന്ന് അയച്ചു കൊടുക്കുക. ഇപ്പോൾ വന്ന അപ്ഡേറ്റ് ആണ്, പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഡെയിലി അപ്ഡേറ്റ്സുകൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.